ഇപ്പോൾ സമയം മോർണിംഗ് 5:55. ഞങ്ങളിപ്പോൾ ഉള്ളത് ആലുവ മാർക്കറ്റിൻ്റെ അടുത്തായിട്ടാണ്. നമ്മളൊരു സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങിയാണ്. അതിരപ്പള്ളി വാട്ടർഫാൾസ് ഇവിടുന്ന് 46 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് അങ്കമാലി കറുകുറ്റി വഴി പോകുന്ന രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യാം. 1 മണിക്കൂറും 12 മിനിറ്റും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും ഫസ്റ്റ് ടൈമാണ്. പോയി നോക്കട്ടെ. കുറച്ച് സൈക്കിൾ റൈഡേഴ്സൊക്കെ മുമ്പിൽ പോകും. സൺഡേ ആയതുകൊണ്ട് എല്ലാവരും സൈക്കിൾ എടുത്ത് ഇറങ്ങിയതായിരിക്കും. ഏകദേശം 2 കൊല്ലത്തോളമായി എറണാകുളത്ത് താമസാക്കിയിട്ട്. പക്ഷേ ഇതുവരെ അതിരപ്പള്ളി പോകാൻ പറ്റിയിട്ടില്ല. പ്ലാൻ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ പോകണമെന്ന്. അവസാനം ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയപ്പോൾ ഏതായാലും അതിലേക്ക് എന്തെങ്കിലുമൊക്കെ ഇടാം എന്നുള്ള ഒരു താല്പര്യം വന്നതുകൊണ്ട് അങ്ങനെ ഇതങ്ങ് നടക്കുന്നു. പരമാവധി രാവിലെ നേരത്തെ ഇറങ്ങിയതാണ്. അതാകുമ്പോൾ തിരക്കൊന്നുമില്ലാതെ പോയി വന്ന് കുറച്ച് വർക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അതെല്ലാം വന്നിട്ട് ചെയ്യാം. ഇതൊന്ന് കിടന്ന് ഉറങ്ങാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അതൊക്കെ കണക്കാക്കി ഇറങ്ങിയതാണ്. ഈ റോഡിലൊക്കെ ഇങ്ങനെ ഒരേ ഗിയറിലൊക്കെ പോകാൻ പറ്റണമെങ്കിൽ ഒന്നെങ്കിൽ അതിരാവിലെ വരണം, അല്ലെങ്കിൽ ഒരു രാത്രി 11 മണി 12 മണിക്ക് ശേഷം വരണം. അപ്പോഴും പക്ഷേ ഹെവി വണ്ടികളൊക്കെ ഉണ്ടാവും. പിന്നെയും സേഫ് ഈ ഒരു 6 മണിക്ക് ശേഷമുള്ള ഒരു ജേണിയാണ്. കുറേ റൈഡേഴ്സൊക്കെ ഉണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് റിഫ്ലക്റ്റർ ലൈറ്റ്സ് ഉണ്ട്. ജാക്കറ്റിലാണെങ്കിൽ റിഫ്ലക്റ്റർ സ്ട്രിപ്പ് പൊട്ടിച്ചിട്ടുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കണം. കാരണം രാവിലെ സൈക്കിളൊക്കെ ആയിട്ട് ഇറങ്ങുന്ന സമയത്ത് ലോറിക്കാരും എല്ലാവരും ഉണ്ടാവും. പലരും ഉറക്കം തൂങ്ങി പേരി പോകുക, ഒന്നും ശ്രദ്ധിക്കില്ല. സൈക്കിളുകാർ പ്രത്യേകിച്ച്
ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ ഒരു 5 മണിക്ക് ശേഷം നല്ല ക്ലിയർ ആണ് ക്ലൈമറ്റ്. അങ്ങോട്ടുള്ള റൂട്ടിൽ മഴയൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ വിഷ്വൽസ് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ്, അപ്പോൾ അതെന്താ അവസ്ഥ എന്നൊന്നും എനിക്കറിയില്ല. റോഡിൻ്റെ അവസ്ഥ അറിയില്ല, അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെ ഉണ്ടാക്കുമെന്നും അറിയില്ല. സോ പോയി നോക്കാം. കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 600 മീറ്റർ കൂടെ കഴിഞ്ഞാൽ യൂട്ടേൺ എടുക്കാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റേ ഇവിടെ എറണാകുളം തീരെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് തൃശ്ശൂർ ബോർഡറാണ്. ഇവിടെ നിന്ന് യൂട്ടേൺ എടുക്കുന്നത് ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് അപ്പോളോ ഹോസ്പിറ്റൽ. ഇവിടെ തന്നെയാണ് ഇവരുടെ വലിയൊരു കൺവെൻഷൻ സെൻറ്ററും ഉണ്ട്. വലിയ വലിയ പരിപാടികളൊക്കെ നടത്താറുണ്ട്. അതുപോലെ ഇപ്പോൾ റീസെൻ്റ്ലി പാരഗൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇവിടെ. ഇവിടെ ഒന്ന് ലെഫ്റ്റ് തിരിയണം. ഒരു 28 കിലോമീറ്റേഴ്സും കൂടിയാണ്. ഒരു 50 മിനിറ്റ്സിലെത്തുമെന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല റോഡാണ് കേട്ടോ. അത്ര പുതിയ റോഡൊന്നും അല്ലെങ്കിൽ പോലും വലിയ പരിക്ക് പറ്റിയിട്ടില്ല. ഓക്കെ, ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ ആ പേരൊക്കെ എഴുതി കൊടുത്തു. 8 മണിക്കാണ് അതിരപ്പള്ളി സ്റ്റാർട്ട് ചെയ്യുക, ഓപ്പൺ ആക്കുക എന്നാണ് അവർ പറയുന്നത്. നമുക്കിനി ആകെ 16 കിലോമീറ്റർ കൂടെ ഉള്ളൂ. 1.5 മണിക്കൂർ കൂടെ പോയാൽ നമ്മളൊരു 7 എന്തായാലും ഒരു പതുക്കെ പോയാലും 7 ആകുമ്പോൾ അവിടെ എത്തും. കുഴപ്പമില്ല, നമുക്ക് കുറച്ച് ഡ്രൈവ് ചെയ്യാം, സൈറ്റ് സീയിങ് ചെയ്യാം, കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നു. പോയി നോക്കട്ടെ. എന്തായാലും നല്ല റോഡും നല്ല സ്ഥലവും നല്ല ക്ലൈമറ്റും എല്ലാം ആയതുകൊണ്ട് സോ പോസിറ്റീവാണ്. ഇതൊക്കെ റിസർവ്ഡ് ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അതുകൊണ്ടായിരിക്കണം അവരവിടെ ചെക്ക് പോസ്റ്റും വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വാങ്ങുന്നത്. ഫുൾ ചാണകമാണല്ലോ.
നല്ല ഭംഗിയുള്ള സ്ഥലം. ഒന്നും നടുക്കൂടെ ഒരു ചെറിയ തോട് ഒഴുകുന്നുണ്ട്, പക്ഷെ വെള്ളമൊക്കെ ഇല്ല. കുറച്ച് വെള്ളമുണ്ട്, പക്ഷേ തോട് എന്ന് പറയാൻ മാത്രമില്ല. നമ്മുടെ നാട്ടുകാരുടെ ഒരവസ്ഥയാണ്. പ്ലാസ്റ്റിക് പ്രൊഹിബിറ്റഡ് ഏരിയ എന്ന് എഴുതി വെച്ച് അവിടെ തന്നെ മിഠായി കവറ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ബെസ്റ്റ്.